MT വാസുദേവൻ നായരുടെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിലെ വളരെ ശ്രദ്ധേയമായ പല ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഹൃദയഹാരിയായ ഒരു സംഭവം. ഭർത്താവ് വീട്ടിലേക്ക്, അച്ഛൻ വീട്ടിലേക്ക് ഓടിക്കേറി വരികയാണ്. അപ്പോ വീടിന്റെ ഒരു കോർണറിൽ ചൂല്, അതായത് റൂം അടിച്ചു വാരുന്ന ചൂലിനോട്, ചുമരിനോട് ചേർന്ന് ചൂലും പിടിച്ച് ഈ സ്ത്രീ മരിച്ചിരിക്കുന്നു. 3 കുട്ടികളുടെ ഉമ്മ മരിച്ചിരിക്കുന്നു, അമ്മ മരിച്ചിരിക്കുന്നു. അങ്ങനെ ഗദ്ഗദകണ്ഠനായി മക്കൾ ഓടി വരുന്നു, ആളുകൾ വരുന്നു. ഈ സ്ത്രീയുടെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി ഈ സ്ത്രീയുടെ ഭൗതിക ശരീരം സംസ്കരിച്ച് തിരിച്ച് അച്ഛന്റെ കൂടെ 3 കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. അതിലേറ്റവും ചെറിയ കുഞ്ഞ് വീട്ടിലെത്തി. അല്പസമയം കഴിഞ്ഞിട്ട് അച്ഛന്റെ തൊട്ടടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന്. അച്ഛാ എനിക്ക് വിശക്കുന്നുണ്ട് എന്നാ കുട്ടി പറയുന്നത്. അപ്പോഴാണ് ജീവിതത്തിലാദ്യമായി, ഞാൻ ഈ പറയുന്ന പോയിന്റ് ശരിക്ക് ചിന്തിച്ചോളൂ, ജീവിതത്തിലാദ്യമായി അച്ഛനോട് മക്കൾ, അത്രയും കാലം മക്കളൊക്കെ ആരോടാ പറയാ? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മുടെ ഉപ്പ പോലും ആരോടാ പറയാ? ഉമ്മാനോടാ പറയാ എനിക്ക് വിശക്കുന്നു എന്ന്. ജീവിതത്തിലൊരിക്കലും ആ ഉമ്മ നമ്മളോട് പറഞ്ഞിട്ടില്ല, മോളെ എനിക്ക് വിശക്കുന്നു എന്ന്. എന്നും നമ്മൾ അങ്ങോട്ടാ പറഞ്ഞത്. അതെ, അച്ഛനോട് മക്കൾ ആദ്യമായി വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്നത്. എന്ത് ജീവിതത്തിൽ ഇതാ എന്റെ മക്കൾ ആദ്യമായി എന്നോട് വിശക്കുന്നു എന്ന് പറയുന്നു. കിച്ചണിൽ എവിടെയായിരിക്കും പാത്രങ്ങൾ, എവിടെയായിരിക്കും മുളകും, എവിടെയായിരിക്കും അതിനാവശ്യമായ ഉപ്പും എല്ലാം എവിടെയായിരിക്കും എന്ന ചിന്തയാണ്. അങ്ങനെ അടുക്കളയിലേക്ക് അദ്ദേഹം വേദനയോടെ കയറി ചെല്ലുമ്പോ കുറെ പാത്രങ്ങൾ മൂടി വെച്ചിരിക്കുന്നു. ഒരു പാത്രത്തിന്റെ മൂടി എടുത്തു നോക്കിയപ്പോൾ അതിൽ, ആ അടപ്പ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ചോറുണ്ട്, തൊട്ടുപുറത്ത് കറിയുണ്ട്, അതിനപ്പുറത്ത് തോരനുണ്ട്, അതിന്റെ പുറത്ത് ഫിഷ് വറുത്തു വെച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും വെച്ചിട്ടുണ്ട്. അതാണ് അമ്മ. ആ അമ്മക്ക് പകരം വെക്കാൻ ലോകത്ത് വേറൊരാളും. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് രാത്രി 11 മണി വരെ ഫുൾ സ്റ്റോപ്പില്ലാതെ വർക്ക് ചെയ്യുന്ന യന്ത്രത്തിന്റെ പേരേതോ, അതാണ് ഉമ്മ. ആ ഉമ്മയുടെ കോപം പിടിച്ചു പറ്റിയാൽ അത് വളരെ പ്രധാനമാണ്. ആ ഉമ്മ കോപിച്ചാൽ ആകാശഭൂമികളുടെ തമ്പുരാൻ കോപിക്കും. കാമുകൻ കോപിച്ചാൽ അല്ലാഹു കോപിക്കില്ല. കാമുകി കോപിച്ചാൽ അല്ലാഹു കോപിക്കില്ല. ഇക്കാക്ക കോപിച്ചാൽ അല്ലാഹു കോപിക്കില്ല. ഉമ്മ കോപിച്ചാലോ, ഉമ്മാക്ക് മകളോട് വെറുപ്പ് തോന്നിയാലോ അല്ലാഹുക്കും വെറുപ്പ് തോന്നും. ലോകത്ത് ഇങ്ങനെ ഒരു സ്ഥാനം വേറെ ആർക്കാ ഉള്ളത്? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് കേട്ടോ അല്ലാഹുവിന്റെ തൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലാണ് കേട്ടോ അല്ലാഹുവിന്റെ കോപം. എത്ര വ്യക്തമാണ്.